ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മളിന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കട്ട് ചെയ്താല് ഈരാൻ ജുന്നിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. മുന്നേ ഒരു ദിവസം മീറ്റ് ചെയ്യാമെന്ന് മെസ്സേജ് അയച്ചിരുന്നല്ലോ. സോ അതനുസരിച്ച് ജുന്നിനെ മീറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. ക്യുൻഹെ പറഞ്ഞത് കാര്യമാക്കി എടുക്കേണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. ഇല്ലില്ല, ഞാനാണ് അവർക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് അറിയാതെ ഗിഫ്റ്റ് ചെയ്തു പോയത്. സോ ടോട്ടലി എന്റെ തെറ്റാണെന്ന് പറയും. പിന്നീട് ഡിന്നറൊക്കെ കഴിഞ്ഞതും പുറത്ത് വന്നു നിന്ന് ക്യുൻഹെ, നിനക്ക് വേണ്ടി ഞാൻ തിരികെ വന്നിരിക്കുകയാണ്, എന്നിട്ട് നീ എന്നൊന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ എന്ന് ഭയങ്കര ഫീൽ ചെയ്ത് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ഹീറോയെ കണ്ട് കേസിനെ പറ്റി ഡിസ്കസ് ചെയ്യണമെന്ന് കരുതി അവൾ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഓഫീസിൽ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. സോ നീ പറയുന്നത് അനുസരിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞാല്, സോറി എനിക്കൊന്ന് പുറത്തു പോകണം, നീ ജുന്നുമായിട്ട് ഡിസ്കസ് ചെയ്യാമോ എന്ന് ചോദിക്കുവാണ്. ഇവളും സാഡായിട്ട് തിരികെ പോകുന്നുണ്ട്. എന്നിട്ട് അവൾ നേരെ ഹീറോയിന്റെ അടുത്തേക്കാണ് വരുന്നത്. ഇവിടെയാണ് കോപ്പീസ് ഒക്കെ എടുക്കുന്നതെന്ന് ചോദിക്കും. ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനും വാങ്ങി അതൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോ ഹീറോയിനും ബോസിന്റെ കൂടെയുള്ള വർക്കൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുവാണ്. അതെ അതെ, അവൻ കോളേജിൽ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും, ഒട്ടും മാറിയിട്ടില്ല. അവൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് നിറയെ ഹീറോയെ കുറിച്ച് വാതോരാതെ പറയുന്നുണ്ട്. ഇതെല്ലാം ഹീറോയിന് നിന്ന് കേട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോ കറക്റ്റ് ആയിട്ട് ഹീറോയിന് ഒരു മെസ്സേജ് വരുന്നുണ്ട്. നിന്റെ ബോയ് ഫ്രണ്ടിനെ നീയല്ലേ നോക്കേണ്ടത്, പാവം ക്യുൻഹെ എത്ര കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് നമ്മുടെ ജുന്നും മറ്റുള്ളവരും ഗ്രൂപ്പിൽ ഇവളെ വോയിസ് അയച്ച് ടീസ് ചെയ്യുന്നുണ്ട്. ഇതാണെങ്കിൽ ഈരാനും കേൾക്കുവാണ്. ഇപ്പോ ഹീറോയിനും റിലേഷൻഷിപ്പിലാണുള്ളതെന്ന് ഇവൾക്ക് മനസ്സിലായി. ഇത് ഉറപ്പിക്കാൻ വേണ്ടി എംപ്ലോയീസിന്റെ കൂടെ നിന്ന് എടുത്ത ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കിയാല് ഹീറോയിനെ തന്നെയാണ് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഇങ്ങനെ എല്ലാത്തിലും ഇതേപോലെ കണ്ടപ്പോ അവൾക്ക് ഉറപ്പായി അവർ റിലേഷൻഷിപ്പിലാണുള്ളതെന്ന്. പക്ഷെ ഇവളെ കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. സോ അതിപ്പോ ഇനി എങ്ങനെയെങ്കിലും കുളമാക്കാൻ വേണ്ടിയിട്ട് ഓഫീസിൽ ഒരു സ്റ്റാഫിന്റെ അടുത്ത് വന്ന് ഹീറോയിനെ കുറിച്ച് വാണ്ടഡ് ആയിട്ട് സംസാരിക്കുവാണ്. അതെ അതെ, യുയു പുതിയതായിട്ട് വന്നാലും അവൾക്ക് ലെക്കുണ്ട്, അതുകൊണ്ടാണല്ലോ അവൾ പെർമനന്റ് സ്റ്റാഫ് ആയതെന്നൊക്കെ പറയാണ്. അതെ അതെ, ക്യുൻഹെ അല്ലേ അവളുടെ ബോയ് ഫ്രണ്ട്, അവനും ഹെൽപ്പ് ചെയ്തൊക്കെ കാണൂ എന്ന് പറഞ്ഞതും ഈ പെണ്ണ് ഇത് കേട്ട് ഷോക്കായി നിൽക്കുവാണ്. അവരുടെ ഗ്യാങ് ഒഴിച്ച് ഇവർക്ക് ആർക്കും ഇത് അറിയില്ലല്ലോ. ഈരാൻ ഇത് മനസ്സിലാക്കി സ്പ്രെഡ് ആക്കി വിടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ആ പെണ്ണ് ക്ലൂലെസ് ആയിട്ട് നോക്കുന്നത് കണ്ട്, അയ്യോ നിനക്കിതിനെ കുറിച്ച് അറിയില്ലായിരുന്നല്ലേ, സോറി, ദയവ് ചെയ്ത് ഞാനാണ് പറഞ്ഞത് എന്ന് മറ്റുള്ളവരോട് പോയി പറയരുത്. ഞാനൊന്നും നിന്നോട് പറഞ്ഞിട്ടുമില്ല, നീ അത് മായ്ച്ചു കളഞ്ഞേക്കെന്ന് നല്ലവളെ പോലെ പറഞ്ഞിട്ട് പോയതും ആ പെണ്ണ് വെറുതെ ഇരിക്കോ, അടുത്ത സെക്കൻഡിലെ പടർത്തുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. പിറ്റേ ദിവസം ഹീറോയിൻ ഓഫീസിലേക്ക് വരുമ്പോ എല്ലാവരും അവളെ ഒരുമാതിരി നോക്കുന്നുണ്ട്, അടക്കം പറയുന്നുണ്ട്. ആ സ്റ്റാഫ് പെണ്ണും മറ്റു രണ്ട് പെണ്ണുങ്ങളെയും പിടിച്ചിരുത്തി ഇക്കാര്യത്തെ കുറിച്ച് വലിയ ചർച്ച തന്നെ നടത്തുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയിനും കോഫി കുടിക്കാനായിട്ട് അവിടേക്ക് വരുന്നത്. ഇവളെ കണ്ടതും അതിൽ രണ്ട് പെണ്ണുങ്ങൾ ഓടിച്ചെന്ന്, ബോസിന്റെ ഗേൾഫ്രണ്ട് ആയിപ്പോയില്ലേ, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാം താത്ത എന്ന് പറഞ്ഞ് മഗ് പിടിച്ച് വലിക്കാനായിട്ട് തുടങ്ങി. ഹീറോയിനും വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് പിടിയിലും വലിയിലും അത് താഴെ വീണ് പൊട്ടുവാണ്. നിങ്ങൾക്ക് ശരിക്കും ഫ്ലേർട്ട് ചെയ്യാൻ പോലും അറിയത്തില്ല. ഇവിടെ ഓരോരുത്തർ ഫ്ലേർട്ട് ചെയ്ത് ആരൊക്കെയാ വളച്ചെടുത്തിരിക്കുന്നതെന്ന് ഹീറോയിനെ കുത്തി കുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് മീരാൻ അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഇപ്പോ തന്നെ യുയുനോട് സോറി ചോദിക്കണം. അവരുടെ റിലേഷൻഷിപ്പ് ഒരു തരത്തിലും നമ്മുടെ വർക്കിനെ ബാധിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും ഉൾപ്പെടെ ഞാനും ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇത് മനസ്സിൽ ഓർത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ട് യുയു എന്റെ കൂടെ ഓഫീസിലേക്ക് വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും. ഹീറോയിനും അവളോട് താങ്ക്സ് പറയുന്നുണ്ട്. ആക്ച്വലി ഞങ്ങളിത് പുറത്ത് പറയാതിരുന്നതായിരുന്നു. എങ്ങനെ അവർ കണ്ടുപിടിച്ചതെന്ന് അറിയില്ല. കറക്റ്റ് ടൈമിൽ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തതിന് വളരെ താങ്ക്സ് എന്ന് പറയുവാണ്. എപ്പോ മുതലാണ് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചെന്ന് അവള് ചോദിക്കും. അതൊരു വലിയ കഥയാണ്. നമ്മൾ ആരെയാണോ കൂടുതൽ വെറുക്കുന്നത്, സാഹചര്യം അവരെ തന്നെ നമ്മളെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കും. അത് തന്നെയാണ് എന്റെ കാര്യത്തിലും സംഭവിച്ചത്. പക്ഷേ നിങ്ങളൊരു സൂപ്പറായ ലോയറാണ്. നിങ്ങളുടെ അടുത്ത് നിന്ന് നിറയെ പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അവള് പറയാണ്. നിനക്ക് ഇപ്പോഴത്തേക്ക് ഇതിൽ നിന്ന് ഫ്രീ ആകണമെങ്കിൽ എന്റെ ടീമിൽ വന്ന് ജോയിൻ ചെയ്തോളൂ, നിറയെ പഠിച്ചെടുക്കാലോ, ക്യുൻഹയോട് ചോദിച്ച് തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. പക്ഷെ ഇവൾക്ക് തീരെ ഹീറോയിനെ ഇഷ്ടമാകുന്നില്ല. കട്ട് ചെയ്താല് ഹീറോയാണ് കാണിക്കുന്നത്. അവന്റെ വർക്ക് കഴിഞ്ഞ് തിരികെ വന്നുകൊണ്ടിരിക്കുമ്പോ മൂവിന് അപ്പോഴാണ് ഹീറോയിൻ ലവ് ചെയ്യുന്നത് കമ്പനിയിൽ അറിഞ്ഞു എന്ന് അറിയുന്നത്. ഇത് ഹീറോയോട് പറയുമ്പോ അവരും ഉടനെ തന്നെ ഹീറോയിന് കോള് ചെയ്യുന്നുണ്ട്. പക്ഷെ കോള് പോകുന്നേ ഇല്ല. ഇവിടെ ഹീറോയിനും ഓഫീസിലേക്ക് വന്നിരുന്ന് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയതും ഹീറോ വന്ന് അവളുടെ കൈയിലേക്ക് പിടിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരുടെ മുമ്പിലൂടെ അവളുടെ കൈ പിടിച്ച് കൂട്ടുകൊണ്ടുവന്ന് നിർത്തി. ഓൾറെഡി നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. സോ ഇനി ഞാനായിട്ട് മറച്ചു വെക്കുന്നില്ല. നിങ്ങൾ അറിഞ്ഞതൊക്കെ സത്യമാണ്. ഞാനും യുയും ലവേഴ്സ് ആണ്. ഇപ്പോഴാണ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആരോടും പറയാതിരുന്നത്. ഇപ്പോ പറയുന്നു യുയു നിങ്ങളുടെ ബോസ് ആയ ഈ ക്യുൻഹയുടെ ലവർ ആണെന്ന് പറയാണ്. ഇത് കേട്ട് ഹീറോയിനും വളരെ സന്തോഷാകുന്നുണ്ട്. പക്ഷെ ഹീരാന് തീരെ ഇഷ്ടാകുന്നില്ല. അപ്പോ നമ്മുടെ ഹീറോയിനും, ഞാൻ ബോസിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നാലും ആ പവർ യൂസ് ചെയ്ത് ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല.
ഞാനും ഒരു സാധാരണ എംപ്ലോയി തന്നെയാണ്. പിന്നെ ഞാനും ഈരാന്റെ ഗ്രൂപ്പിൽ പോയി ചേരാൻ തീരുമാനിച്ചിരിക്കുവാണെന്ന് പറഞ്ഞാല് ഹീറോയും അതിന് സമ്മതിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഈരാന്റെ മുഖം മാറുന്നത് ഇത് നമ്മുടെ തങ്ങിലിയും നോട്ട് ചെയ്യുവാണ്. അവൾക്ക് എന്തോ ഓഫായിട്ട് ഫീൽ ആകുന്നുണ്ട്. നെക്സ്റ്റ് ഇപ്പോ ഹീറോയിനും ഈരാന്റെ ഗ്രൂപ്പിലേക്ക് പോകാനായിട്ട് അവളുടെ പ്ലേസ് കാലിയാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഭൂവും മറ്റുള്ളവരും വന്നു നിന്ന് വളരെ ശോകത്തില് യുയു നീ ഫസ്റ്റ് എങ്ങനെയാ എവിടേക്ക് വന്നത്? ഇപ്പോ ഇത്ര പെട്ടെന്ന് ഞങ്ങളെ വിട്ടു പോകുവാണോ? നീ എവിടേക്കാ ഞങ്ങൾ എല്ലാവരെയും വിട്ടു പോകുന്നതെന്ന് ചോദിച്ചാല് അവിടേക്കെന്ന് അവള് കൈ ചൂണ്ടി കാണിക്കും. ആ സീറ്റിൽ നിന്ന് ഈ സീറ്റിലേക്ക് ചേഞ്ച് ആകുന്നേ ഉള്ളൂ. ഇപ്പോഴാണ് ഇവരറിയുന്നത്. എന്നാലും ഞങ്ങൾ വളരെ സങ്കടത്തിലാണ്. മിസ് യു എന്നൊക്കെ പറഞ്ഞ് അവളുടെ പിന്നാലെ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് ഹീറോയിനും ഈരാന്റെ ഗ്രൂപ്പുമായിട്ട് ഇൻട്രൊഡ്യൂസ് ആകാനായിട്ട് വരുന്നുണ്ട്. ഇവരാണ് യുയു. ഇനി മുതൽ നമ്മുടെ ഗ്രൂപ്പിന്റെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇവളെ നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം. അതാണ് ക്യുൻഹെ ബോസിന്റെ ഓർഡർ. എല്ലാവരും നല്ലപോലെ അവളെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വേണമെന്ന് വെച്ച് തന്നെ കുത്തിക്കൊള്ളിച്ചൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് നമ്മുടെ ഹീറോയിന്റെ മുഖം ആകെ മാറുവാണ്. അടുത്തത് വർക്ക് ചെയ്യാനായിട്ട് വന്നിരുന്നാല് വർക്കേ കൊടുക്കുന്നില്ല. അവര് തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹീറോയിനും ചെന്ന് ഞാനും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നതല്ലേ, എനിക്കും വർക്ക് താ എന്ന് ചോദിച്ചാല് അവര് ജോലിയൊന്നും കൊടുക്കുന്നതേ ഇല്ല. കൂടെ അവരെല്ലാവരും അവളെ സ്പെഷ്യല് പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇത് കണ്ട് ഇവള് തന്നെ നേരെ ഈരാന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. എന്റെ അടുത്ത് അവര് നോർമലായിട്ട് പെരുമാറണം, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ അതൊക്കെ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞതും ഓ അങ്ങനെയാണെങ്കിൽ എന്റെ അസിസ്റ്റന്റ് വരാത്തത് കൊണ്ട് ഈ കേസിന്റെ എവിഡൻസ് ഒന്ന് കളക്ട് ചെയ്യണം, അത് നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞു കൊടുത്താല് ഹീറോയിനും സന്തോഷത്തോടെ ചെയ്യാമെന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട്. അടുത്തത് ഒരു മീറ്റിംഗ് നടക്കുവാണ്. പക്ഷെ ഹീറോയിനെ അതിലേക്ക് വിളിക്കുന്നില്ല. അവൾക്കത് എന്തോ പോലെ ആകുന്നുണ്ട്. എന്നാലും വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. ആ കേസിന്റെ എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ട് ഹീറോയിനും പോകുവാണ്. ഇവൾ ഇറങ്ങി പോകുന്നത് ഹീറോയും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് അപ്പോൾ യുഫി ഉള്ളിലേക്ക് കയറി വരും. ബോസ് യു എവിഡൻസ് കളക്ട് ചെയ്യാനാണ് പോകുന്നതെന്ന് പറഞ്ഞാല് ഞാൻ അതിന് നിന്നോട് ചോദിച്ചില്ലല്ലോ എന്ന് ഹീറോ പറയുവാണ്. ഇതൊക്കെ ഇന്റേണിന്റെ ജോലിയല്ലേ, എന്തിനാ ഇവളെ കൊണ്ട് ചെയ്യിക്കുന്നതെന്ന് ചോദിച്ചാല് ചിലപ്പോ ഇന്ത്യൻ സ്റ്റാഫ് ശരിയല്ലാത്തത് കൊണ്ടായിരിക്കും യുവിനെ പറഞ്ഞയച്ചതെന്ന് യുഫി പറയുവാണ്. ഇവിടെ ഹീറോയിനും എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്ത് തിരികെ വന്നുകൊണ്ടിരിക്കുവായിരിക്കും. ആ സമയം ഈരാൻ മെസ്സേജ് അയക്കുന്നുണ്ട്. വരുമ്പോ അതൊന്ന് പ്രിന്റ് എടുത്തിട്ട് വരണേ, കൂടെ സ്റ്റാഫിനുള്ള കോഫിയും കൂടി വാങ്ങിക്കൊണ്ടു വാ എന്ന് കൽപ്പിക്കുന്ന പോലെ പറയാണ്. ഇത് ഇവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവളുടെ മുഖമൊക്കെ മാറുന്നുണ്ട്. ഇങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടെന്ന് പറയും. ഇങ്ങനെ പറയുന്നവരുടെ അടുത്ത് പിന്നെ എന്ത് പറയാൻ കഴിയും? സോ അവള് മിക്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് കോഫി വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. നെക്സ്റ്റ് ഹീറോയിനും വർക്കൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വന്നതും ഹീറോ അവളെ പിടിച്ചിരുത്തി കാലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് അലാറം അടിക്കുവാണ്. ഇവരുടെ 100ാമത്തെ ദിവസം തികയാനായിട്ട് പോകുവാണ്. സോ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അലാറം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവള്. ശരി, ഈ 100 ദിവസത്തില് ഞാൻ എത്ര ഇംപ്രൂവ് ആയെന്ന് ഹീറോ ചോദിച്ചാല് 99 മാർക്ക് തരാമെന്ന് ഹീറോയിൻ പറയും. 99 മാർക്കോ? അപ്പൊ ആ 1 മാർക്ക് ഏതിലാ പോയതെന്ന് ചോദിച്ചാല് ഫുൾ മാർക്ക് 2000 ആണ്. അതില് 99 മാർക്ക് എന്നാ പറഞ്ഞെന്ന് പറയും. 2000 മാർക്കോ? ആ 2000 മാർക്ക് കിട്ടാൻ ഞാൻ എന്തൊക്കെയാ ചെയ്യണ്ടേ? അത് പറഞ്ഞാല് കിട്ടുന്നവരെ കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണെന്ന് അവൻ പറയും. എന്നാൽ എനിക്ക് വേഗം ഒരു ജ്യൂസ് ഉണ്ടാക്കിത്താ, എന്നാ ഞാൻ മാർക്ക് കൂട്ടി തരാമെന്ന് പറഞ്ഞതും ഹീറോയും അടുത്ത സെക്കൻഡിൽ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവളും വളരെ രസത്തിൽ അതൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. ഹീറോ പറയും നാളെ എനിക്കൊരു ബിസിനസ് ട്രിപ്പ് ഉണ്ട്, അതിന് പോയേ പറ്റൂ. നമ്മുടെ 100ാം ആനിവേഴ്സറി സെലിബ്രേഷൻ ഡിന്നറിലൂടെ ആയാലോ എന്ന് ചോദിച്ചാല് ഹീറോയിനും അതിന് സമ്മതിക്കുന്നുണ്ട്. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ഹീറോയിനും ഓഫീസിലേക്ക് വന്നു. ഹീറോയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു കപ്പിൾ ചെയിൻ ആണ് അവള് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കറക്റ്റ് ആയിട്ട് ആ ഈരാൻ വന്ന് കാണുന്നുണ്ട്. എന്താ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കപ്പിൾ ചെയിൻ നോക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാല് 100ാമത്തെ ദിവസത്തെ ആനിവേഴ്സറി ആണ്, സോ അവർക്ക് ഗിഫ്റ്റ് ചെയ്യണമെന്ന് കരുതി അതുകൊണ്ടാ നോക്കുന്നതെന്ന് പറഞ്ഞതും ഇതൊക്കെ അവന് ഇഷ്ടാകോ? എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ആ മൂഡ് നശിപ്പിക്കാനായിട്ട് നോക്കുവാണ്. ഉടനെ ഹീറോയിനും അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്ന മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും എന്ന് പറയാണ്. ഉടനെ ഹീറോയിനും എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി ഇനി മുതൽ ഇതേപോലുള്ള ബ്രാൻഡഡ് ബാഗ്സുകളൊക്കെ നീ യൂസ് ചെയ്യ്. ക്യുൻഹെ എപ്പോഴും അവന്റെ ഇമേജ് അഡ്വാൻസ്ഡ് ആയിട്ട് വെക്കാനേ നോക്കാറുള്ളൂ. സോ നീയും അവന് ഈക്വൽ ആയിട്ട് വരണ്ടേ? സോ ഇതേപോലെയൊക്കെ നടക്കെന്ന് പറഞ്ഞ് സംസാരിച്ച് വന്നതും മാഡം, നമ്മുടെ ആറ്റിറ്റ്യൂഡിലാണ് എല്ലാം ഉള്ളത്. നമ്മൾ ചെയ്യുന്ന കടമ ശരിയാണോ, നമ്മൾ ചെയ്യുന്ന വർക്കുകൾ ശരിയാണോ, അതൊക്കെയാണ് നോക്കേണ്ടത്. നമ്മുടെ ഡ്രസ്സിംഗ് സെൻസിൽ അതൊന്നും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞ് അവൾക്ക് വിട്ടുകൊടുക്കാതെ സംസാരിക്കുവാണ് ഹീറോയിനും. ഇവൾക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ചുമ്മാ നിന്നെ ടെസ്റ്റ് ചെയ്തതല്ലേ, നീ വളരെ നല്ലൊരു എംപ്ലോയി ആണ്, വളരെ നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം, ശരി നിന്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് അടുത്ത ഒരു കെട്ട് ജോലി അവൾക്ക് കൊടുത്തു വിടുന്നുണ്ട്. അവള് മനഃപൂർവ്വമാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിയാലോ. സോ ഇതിന് പരാതി ഒന്നും പറയാതെ നമ്മുടെ ഹീറോയിനും കുത്തിയിരുന്ന് അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും.
ഇനി ഒരു 2 എപ്പിസോഡ് കൂടി നമ്മുടെ ഈ ഡ്രാമ കഴിയുന്നതായിരിക്കും. അത് കഴിവതും നാളെ ഇട്ട് തീർക്കാനായിട്ട് ശ്രമിക്കാം. സോ ഈ ഡ്രാമയുടെ ഫൈനൽ പാർട്ടുകൾ മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. സോ മറ്റ് എപ്പിസോഡുകളുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.